ഫ്രണ്ട്സ്, കറന്റ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ ഈ ടൈം. ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മറ്റൊരു ടൈമിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും എത്തിച്ചേരുമായിരിക്കും. അതായത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം, ഈ ഒരു പ്രൊഫഷൻ നമുക്ക് ആക്ട് ആവുമോ എന്നൊക്കെ വളരെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക കൂടുതൽ പേരും. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് ഏതെല്ലാം കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം, ഏതൊക്കെ കോഴ്സസ് നമുക്ക് കറന്റ് അവൈലബിൾ ആണ്, ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കും എന്നെല്ലാം കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സോ ഫുൾ ആയിട്ടും കാണുക. സോ ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് പഠിച്ച നമ്മുടെ സ്റ്റുഡൻസ് രണ്ട് തരത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സസ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, ആ ഒരു ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ഫീൽഡ്, കൊമേഴ്ഷ്യൽ ഫീൽഡോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫീൽഡ്, അക്കൗണ്ടിങ് ഫീൽഡൊക്കെ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഇതിൽ ആദ്യം പറഞ്ഞ കാറ്റഗറി, അതായത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് VFS, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദെൻ ഫാഷൻ ഡിസൈനിങ്, വീഡിയോഗ്രാഫി തുടങ്ങിയ നിരവധി ക്രാഷ് കോഴ്സസും ഡിഗ്രി പ്രോഗ്രാംസും കറന്റ്ലി നമ്മുടെ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ അഫ്കോഴ്സ് ഇങ്ങനെയുള്ള കോഴ്സസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അങ്ങനെയുള്ള കോഴ്സസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഏണിങ്സോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും ഓരോ ഐഡിയാസ് ആയിരിക്കും അവരുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കുക. സോ മൈൻഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഹൈ ഏണിങ്സോട് കൂടി അവരുടെ ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ കോഴ്സസ് നമ്മുടെ ഈ ജനറേഷനിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ബിസിനസ് ഫീൽഡോ കൊമേഴ്സ് ഫീൽഡോ ദെൻ ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ഫീൽഡൊക്കെ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും നിരവധി കോഴ്സസ് അവൈലബിൾ ആണ്. അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് കുറേ അധികം അവൈലബിൾ ആണ്. അതിൽപ്പെടുന്ന കുറച്ച് കോഴ്സസ് ആണ് CA, CS, CMA, ACCA തുടങ്ങിയ കോഴ്സസ് ഒക്കെ. ഈ കോഴ്സസ് ഒക്കെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു 20-21 വയസ്സിനുള്ളിൽ തന്നെ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 21 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് എടുക്കാനും പറ്റും. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് 100% ഹൈ ഏണിങ്സോടും ഹൈ ഓപ്പർച്യൂണിറ്റീസോടും കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടെവർ, അതിപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ആവട്ടെ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആവട്ടെ, IT ഇൻഡസ്ട്രി ആവട്ടെ, ഏതൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബിസിനസ്സിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് മണിയാണല്ലോ. സോ ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളുമായിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു കോഴ്സസ് എടുത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞവർക്ക് വളരെ ഹൈ ഡിമാൻഡാണ് കറൻ്റ്ലി ഉള്ളതും പഴയ ജനറേഷനിലും ഇനി വരാൻ പോകുന്ന ജനറേഷനിലും. ഇങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് ഒരിക്കലും ജോബ് ഇല്ല അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള BCom, BA, BCA പോലുള്ള നോർമൽ ഡിഗ്രി പ്രോഗ്രാംസ്. ഇങ്ങനത്തെ കോഴ്സസ് എടുക്കുന്ന സമയത്ത് നോർമൽ ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിന് ഒട്ടനവധി സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മളുടെ ഈ ജനറേഷനിലെ കോഴ്സസ് ആയ AIML, ഡാറ്റ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കോഴ്സസും ദെൻ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഏവിയേഷൻ തുടങ്ങിയ കോഴ്സസും സ്പെഷ്യലൈസേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ BCom ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ BCom ടാക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, വിത്ത് കോർപ്പറേഷൻ, ദെൻ വരുന്നത് BCom വിത്ത് ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഷൻ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഏത് സബ്ജക്റ്റിനോടാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ വളരെ ക്ലിയർ ആയി ചൂസ് ചെയ്തതിന് ശേഷം മാത്രം നോർമൽ ഡിഗ്രി പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ എടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ബാങ്കിങ്, ഫിനാൻസ് ഫീൽഡിലേക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങളുടെ കരിയർ പാത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദെൻ ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറിയിലുള്ള കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ അക്കൗണ്ടിങ് ഫീൽഡ്, ഫിനാൻഷ്യൽ ഫീൽഡ്, ദെൻ ബാങ്കിങ് ഫീൽഡ്, ഓഡിറ്റിംഗ്, ദെൻ മാനേജിങ് ഫീൽഡ്, ഈ ഒരു ലെവലുകളിലേക്കൊക്കെ വളരെ ഹൈ സാലറിയോട് കൂടിയിട്ട് ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇത്. സോ ആഫ്റ്റർ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് ഏത് കോഴ്സ്, ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ, ഏത് സ്ഥലത്ത് ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസിന്
സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. സോ ഹറി അപ്പ്.